പണ്ടൊരിക്കൽ ഒരു രാജശില്പിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രതിമ കൈവശമുള്ള ആൾ ഒരു മലഞ്ചെരുവിൽ താമസിച്ചിരുന്നു. അയാൾ വളരെ അശ്രദ്ധയോടുകൂടി അത് വീടിൻ്റെ പുറത്തിട്ടതായിരുന്നു. ഒരിക്കൽ ആ വഴി വന്ന പട്ടണത്തിൽ നിന്നുള്ള ഒരു പണ്ഡിതന് ആ പ്രതിമ കണ്ട അയാളോട് ഇത് തനിക്ക് തരുമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഒരേ സമയം കൗതുകവും പുച്ഛത്തോടും കൂടിയിട്ട് ഈ വീട്ടുകാരന് അയാളോട് ചോദിച്ചു, ഈ വൃത്തിയിട്ടതും കാണാൻ കൊള്ളാത്തതുമായിട്ടുള്ള ഈ പ്രതിമക്കോ ആൾക്കാരോ? വന്ന ആൾ പറഞ്ഞു, ഇതെനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വെള്ളി നാണയം തരാം. വീട്ടുകാരന് ഭയങ്കര സന്തോഷമായി. അയാൾ വേഗം ആ പ്രതിമ അയാൾക്ക് കൊടുത്തു, പൈസ വാങ്ങി. ഒരു ആനപ്പുറത്തേറ്റി ആ പ്രതിമ ആ വന്നയാൾ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരന് പട്ടണത്തിലേക്ക് പോയപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ ഒരാളിങ്ങനെ അലറുന്നത് കേട്ടു. വരുവിൻ, കാണുവിൻ, ലോകത്തെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ളതും അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതിമ കാണാൻ, രാജശില്പിയാൽ നിർമ്മിക്കപ്പെട്ട ഈ പ്രതിമ കാണാൻ വെറും 2 വെള്ളി നാണയം മാത്രം. ക്യൂരിയോസിറ്റി കൊണ്ട് അയാളും ആ പ്രതിമ കാണാൻ കയറി. നോക്കിയപ്പോൾ പണ്ടയാൾ വിറ്റൊഴിവാക്കിയ പ്രതിമ. പക്ഷേ ഇപ്പോൾ മനോഹരമായിരിക്കുന്നത് കാണാൻ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പലതും നമ്മുടെ അടുത്തുണ്ടാവുമ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ല. ഒരു പക്ഷേ നഷ്ടപ്പെടുമ്പം അത് കൊടുത്തൊഴിവാക്കുമ്പോഴായിരിക്കും അതിൻ്റെ വാല്യൂ മനസ്സിലാവുക. അത് വ്യക്തികളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും.